ലങ്കാധിപതിയായിരുന്ന ധനത്തിൻ്റെ മൂർത്തിയായ രാവണ സഹോദരൻ കുബേരൻ. മഹാതപസ്വിയും മുനിശ്രേഷ്ഠനുമായിരുന്ന പുലസ്ത്യപുത്രൻ വിശ്രവസ് ഭരദ്വാജപുത്രിയായ ദേവവർണ്ണിനിയെ വിവാഹം ചെയ്തു. ആ ദമ്പതികളിൽ ഒരു പുത്രൻ പിറവികൊണ്ടു. അവൻ്റെ നാമമായിരുന്നു കുബേരൻ. ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വേദങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടു. ആ മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് ഹേതി എന്ന രാക്ഷസനും ഉദരത്തിൽ നിന്ന് അഥവാ വിശപ്പിൽ നിന്നും പ്രഹേതി എന്ന യക്ഷനും ജന്മം കൊണ്ടു. സ്വാഭാവികമായും ഹേതി അനീതിപൂർവവും പ്രഹേതി നീതിപൂർവവുമായിരുന്നു പെരുമാറിയിരുന്നത്. ഹേതി കാലങ്ങൾ കഴിഞ്ഞ് ഭയ, സഖണ്ഡ എന്നീ 2 സ്ത്രീകളെ വിവാഹം ചെയ്തു. സഖണ്ഡയ്ക്ക് വിദ്യുത്കേശൻ എന്ന പുത്രൻ പിറവികൊണ്ടു. എന്നാൽ ആ കുഞ്ഞിനെ അവർ മന്ധരപർവ്വതത്തിൻ്റെ താഴെയായി ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വിദ്യുത്കേശൻ എന്ന ശിശുവിൻ്റെ സമക്ഷം ജഗത്പിതാവായ പരമേശ്വരനും ജഗജ്ജനനിയായ പാർവതീമാതാവും ആഗതരായി. അവർ അവനെ അനുഗ്രഹിച്ചു. അവരുടെ ഇരുവരുടെയും കൃപാകടാക്ഷത്താൽ അവൻ ക്ഷണനേരം കൊണ്ട് ഒരു യുവാവായി മാറി. പാർവതി പരമേശ്വരന്മാർ അവന് സുകേശൻ എന്ന് നാമകരണം ചെയ്തു. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. സുകേശൻ മണിമയ എന്ന ഗന്ധർവന്റെ പുത്രിയായ ദേവവതിയെ വിവാഹം ചെയ്തു. ആ ദമ്പതികൾക്ക് മാല്യൻ, സുമാലി, മാലി എന്നീ 3 പുത്രന്മാർ ജന്മം കൊണ്ടു. എന്നാൽ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ അവരും ജന്മമെടുത്തപ്പോൾ തന്നെ യുവാക്കളായി തീർന്നു. അങ്ങനെ ഏവരും കഠിന തപസ് അനുഷ്ഠിച്ചു. ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കുകയും ചെയ്തു. 3 ലോകങ്ങളും കീഴടക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യം അദ്ദേഹത്തിന് മുൻപാകെ അവർ ഉന്നയിച്ചു. അദ്ദേഹം തഥാസ്തു എന്നും പറഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. എന്നാൽ ധരണിയിലും സ്വർഗത്തിലും സർവ്വയിടങ്ങളിലും നാശം വിതച്ചുകൊണ്ട് മുന്നേറിയ അവർ ത്രികുടപർവ്വതത്തിന്മേൽ തങ്ങളുടെ രാജ്യം സ്ഥാപിച്ചു. അതായിരുന്നു ലങ്ക. അക്കാലത്ത് മൂവരും ഗന്ധർവനായ നർമ്മദയുടെ 3 പുത്രിമാരായ സുന്ദരി, കേതുമതി, വസുധ എന്നിവരെ വിവാഹം ചെയ്തു. അങ്ങനെ മാലവ്യ സുന്ദരി ദമ്പതിമാർക്ക് വജ്രമുഷ്ടി, വിരൂപാക്ഷൻ, ദുർമുഖൻ, സുദഗ്ന, യജ്ഞകോശം, മത്ത, ഉന്മത്ത എന്നീ പുത്രന്മാരും നള എന്നൊരു പുത്രിയും ഉണ്ടായി. സുമാലി കേതുമതിമാർക്ക് പ്രഹസ്തൻ, അകമ്പൻ, വിഖണ്ഡൻ, കാലകാമുകൻ, ദ്രൂമാക്ഷൻ, ദണ്ഡൻ, ശുപർഷ്യൻ, സംഹൃതൻ, പ്രക്വത്തൻ, ഫാസകർണൻ എന്നീ പുത്രന്മാരും വേഗ, കഷണ, പുഷ്ക എന്നീ പുത്രിമാരും ജന്മം കൊണ്ടു. മാലി വസുധമാർക്ക് അനില, അനല, അഹ, സമ്പതി എന്നീ പുത്രന്മാരും പിറവികൊണ്ടു. ഇവർ 4 പേരും വിഭീഷണന്റെ മന്ത്രിമുഖ്യന്മാരായിരുന്നു. രാക്ഷസന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ ത്രിമൂർത്തികളിൽ അഭയം പ്രാപിച്ചു. സ്ഥിതിപാലകൻ തന്നോടെ സുദർശന ചക്രത്താൽ മാലിയെ വധിച്ചു. മറ്റു രാക്ഷസന്മാർ പാതാളത്തിലേക്ക് ഓടിയൊളിച്ചു. ലങ്ക വിജനമായി തീർന്നു. എന്നാൽ മഹാദേവന്റെ നിർദ്ദേശാർത്ഥം കുബേരൻ ലങ്കയിൽ ചെന്ന് വസിച്ചു തുടങ്ങി. 100 യോജന വീതിയും നീളവുമുള്ള സഭയിലെ രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിൽ ഇന്ദ്രതുല്യനായി കുബേരൻ വാണു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞ രാവണൻ ഒരു മോഹിയായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിരന്തരം അയാൾ കുബേരനെ ആക്രമിച്ചു. ലങ്കയും പുഷ്പക വിമാനവും തട്ടിയെടുത്തു. രാവണന്റെ ശല്യം സഹിക്കാനാവാതെ ബ്രഹ്മാവിന്റെ നിർദ്ദേശാർത്ഥം കൈലാസത്തിന് സമീപമുള്ള അളകാപുരി എന്ന ദിവ്യദേശത്ത് വാഴുന്നു കുബേരൻ.